നല്ലവരൊന്ന് തേച്ചരച്ച് കുളിക്കട്ടെ. കാഴ്ചക്കൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ്. ഞാനും ഈ പയ്യൻ്റെ കൂടെ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഗൈസ് കണ്ടില്ല, ഇതാണ് ബംഗ്ലാദേശ്. ദിസ് ഈസ് ഹലോ. ഹായ് ഹലോ. നൈസ് ടു മീറ്റ് യു. വെരി ഗുഡ്. യുവർ ഫുഡ് ഈസ് വെരി ഗുഡ്. ഹലോ ഗൈസ്, എക്സോട്ടിക് ബീച്ചിൻ്റെ മേഘാലയ സോളോ ട്രിപ്പിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് മൗലിനോങ് വില്ലേജിലെ കാഴ്ചകളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൗലിനോങ് നിന്നും ദൗക്കിയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഇവിടെ നിന്ന് അടുത്ത വണ്ടികൾ എന്തെങ്കിലും വരുമോ എന്നറിയാൻ വേണ്ടി ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് നേരെ ഇനി പോകേണ്ടത് ദൗക്കി റിവറും അവിടുത്തെ ഉംനങ്കോട്ട് റിവറും പിന്നെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളും ഞാൻ പേരൊക്കെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, മറന്നുപോയി. അപ്പോൾ അവിടേക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ മൗലിനോങ് വില്ലേജിൻ്റെ പുറത്ത് നിന്ന് ഞാൻ ലിഫ്റ്റ് അടിച്ചു. അപ്പോൾ ഒഡീഷയിലുള്ള ഒരു കപ്പിളായിരുന്നു, അവരുടെ ടാക്സിയിൽ ആണ് ഞാനിപ്പോൾ ജസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ടാക്സി റെൻറ്റിനെടുത്ത് വരുന്നതാണ്. അവരും ഡോക്കിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനെന്താ ഡോക്കിയിലേക്കുള്ള റൂട്ട്, അതായത് മൗലിനോങ്ങിൽ നിന്നും ഒരു 20 കിലോമീറ്ററോളം ഉണ്ടാവും ഡോക്കിയിലേക്ക്. അപ്പോൾ ഞാനും എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഡോക്കിയിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൻ്റെ ബോർഡറിൻ്റെ അടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹൈ റേഞ്ച് ഏരിയ. ഇതിൻ്റെ മറു സൈഡിൽ ഇതൊരു ക്ലിഫ് പോലത്തെ സ്ഥലമാണ്. ഇതിൻ്റെ മറു സൈഡിൽ കാണുന്നത് ബംഗ്ലാദേശാണ്. അത് അപ്പുറത്തെ സൈഡിൽ കാണുന്നതൊക്കെ ബംഗ്ലാദേശാണ്. കണ്ടില്ലേ, ബോർഡറിൻ്റെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ നമ്മൾ മൗലിനോങ് വില്ലേജിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടതൊക്കെ ഈ ഒരു കാടാണ്. ഇത് കഴിഞ്ഞ അപ്പുറമാണ് ബംഗ്ലാദേശ്. ഗൈസ്, ഇത് ബംഗ്ലാദേശ് ബോർഡറാണ് കേട്ടോ. ഡൗക്കി ഇതാ ഇങ്ങോട്ടാണ് പോകേണ്ടത്. കണ്ടില്ലേ, ഇത് ബോർഡറാണ്, അതാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ ബംഗ്ലാദേശാണ്. ഗൈസ് ഓക്കെ ഫൈൻ. ഗൈസ് കണ്ടില്ല, ഇതാണ് ബംഗ്ലാദേശ്. ഇവിടെ ഗോപ്രോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയണേ. ഞാൻ ജസ്റ്റ് വെളിയിറങ്ങി എടുത്തേ ഉള്ളൂ. കണ്ടില്ലേ, ഇതെല്ലാം ബംഗ്ലാദേശിൻ്റെ, അതായത് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ കൺട്രി ബോർഡറാണ് കേട്ടോ ഇത്. यहाँ से पूरा पानी आता है। अच्छा, बहुत बड़ा पानी आता है, दूध सागर जैसा। हाँ, It's good. जो ना अच्छा ऊपर से आता है पानी, भूस से। മഴ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെള്ളം കുറവാന്നാ പറയണത്. क्लियर दिखेगा आपको, रुकिए ना। കണ്ടില്ലേ, ഇതാണ് കേട്ടോ ദോക്കി റിവർ. നമ്മൾ ബോട്ടിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടി റിവറാണിത്. ഇത് കണ്ടോ, ഗ്രീൻ കളർ വാട്ടർ പ്രതീക്ഷിച്ച് വന്നാൽ നമുക്ക് ഇതാ ഗ്രീൻ ടീയുടെ കളറിലാണ് വാട്ടർ ഇരിക്കണേ. കലങ്ങി ആകെ വെള്ളമൊന്നും ഇല്ലാത്തൊരവസ്ഥ കേട്ടോ ഇപ്പം. ഗായ്സ്, ഒറീസയിൽ നിന്നുള്ള തുഷാർ എന്നും ദീപാങ്കന എന്ന് പറയുന്നുള്ള 2 ഡോക്ടേഴ്സാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തന്നത്. അവരും ഇവിടെ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ ഡോക്കിയിലെ റിവർ മൊത്തം കലങ്ങി കിടക്കുകയാണ്. ഭയങ്കര മോശമാണ് കേട്ടോ ഇവിടുത്തെ ഒരു ബോട്ടിങ്ങിൻ്റെ ആ ഒരു സ്ഥലമൊക്കെ ഇതാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ കണ്ടോ. എനിക്കിവിടെ ബോട്ടിങ് ചെയ്യാൻ തോന്നില്ല. പിന്നെ ഡോക്കി എത്തിയത് കൊണ്ട് ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്, അതായത് നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് തിരിച്ച് ഇവിടെ നിന്ന് അടുത്തുള്ള സ്നോപ്പിഡോങ് എന്ന് പറയുന്ന വില്ലേജിലേക്ക്, അതായത് അവിടുത്തെ വെള്ളം കുറച്ചുകൂടെ ക്ലിയർ ആണ്, അവിടേക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് ഡോക്കി ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഇതാണ് ഡോക്കി റിവർ. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പ്രതീക്ഷിച്ച് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. കണ്ടില്ലേ, നല്ല കലങ്ങിയ വെള്ളമാണ്. വെള്ളം കുറവാണ്, മഴ കുറവാണ്, അതുകൊണ്ടാണ്. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂട്, നല്ല വെയിലുണ്ട് ഇവിടെ. ഇവിടെ ഹൈ റേഞ്ച് ഇറങ്ങി താഴെ വന്നിട്ടുണ്ട്. ഷില്ലോങ്ങൊക്കെ ഹൈ റേഞ്ചാണ്, അതുകൊണ്ട് ഷില്ലോങ്ങിലൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെ കണ്ടില്ലേ ഫുള്ള് കണ്ട്, ഇതെല്ലാം നദിയാണ് കണ്ടില്ലേ, എല്ലാം വറ്റി വരണ്ട് കിടക്കുന്നത്. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഈ വെയിലത്ത് ബോട്ടിങ് എന്നൊക്കെ പറയുന്നത് വെറും വേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പോലും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളമൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്കിവിടെ അധികം നേരം നിൽക്കാനും തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാം. ഗൈസ്, ഡോക്കി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരും അതുപോലെ തന്നെ ഈ ഒരു നദിയുടെ പേരെന്ന് പറയുന്നത് ഉംനങ്കോട്ട് റിവർ എന്നാണ് കേട്ടോ. ഉംനങ്കോട്ട് റിവർ. നല്ല കലങ്ങിയിട്ട് അങ്ങനെ വല്ലാത്തൊരു ഇതാണ്. അവിടെ ആൾക്കാരൊക്കെ ഒന്ന് കുളിക്കുന്നുണ്ടല്ലേ, കുളിച്ച് അവിടെയൊക്കെ ഫുള്ള് ചെളിയാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ചെളിയുടെ, അവർ കുളിക്കുന്നതിൻ്റെ ആ ഒരു ചുറ്റും ചെളിയുടെ കളറിലാണ് വെള്ളം നിൽക്കുന്നത്. ഇവിടെ ബോട്ടിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പെർ ബോട്ടിന് 800 രൂപ കേട്ടോ. പിന്നെ കപ്പാസിറ്റി 3 പീപ്പിൾ. പിന്നെ ടോട്ടൽ ടൈം 45 മിനിറ്റ്. 45 മിനിറ്റിന്
3 പേർക്ക് 800 രൂപയാണ് ചാർജ് ചെയ്യണത് അവർ. കാഴ്ചക്കൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ്, പക്ഷേ ഭയങ്കര ചൂടാണ് ഇവിടെ. കണ്ട ഗൈസ്, ഇവിടെ ഈ ചേച്ചിയുടെ കടയിൽ വന്നിട്ട് ഇതാ ചോറ് കഴിച്ചോണ്ടിരിക്കും. ചോറും പരിപ്പ് കറിയും ഇതാ കോവയ്ക്കത്തോരനെന്തോമാണ്. ഇവിടെ 40 രൂപയാണ് കേട്ടോ. ഇല്ലു എന്നാണ് ഈ ചേച്ചിയുടെ കടയിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഞാൻ പോർക്കിന്റെ ലിവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 20 രൂപ കേട്ടോ, കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 20 രൂപയ്ക്ക് എനിക്ക് തന്നു. ഈ പയ്യൻ യുവർ നെയിം? My name Lumanki. ലുമാങ്കി. പുള്ളിക്കാരൻ എൻ്റെ യൂട്യൂബർ ആണോന്ന് ചോദിച്ചു. അങ്ങനെ ചാനലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇവിടെ കടയാണത് കണ്ടോ, എലു സിൻക്രൈം. ഇതാണ് ഇവിടുത്തെ ചെയറിലെല്ലാം എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഈ ഇരിക്കുന്ന ആളാണ് എലു സിൻക്രൈം. ദിസ് ഈസ് എലു. ഹായ് ഹലോ, നൈസ് ടു മീറ്റ് യു. വെരി ഗുഡ്, യുവർ ഫുഡ് ഈസ് വെരി ഗുഡ്. ഇതാണ് എലു ചേച്ചി. കൊള്ളാം കേട്ടോ ഫുഡ്. ഡോക്കിയുടെ പരിസരത്ത് തന്നെ നമ്മൾ ഇതുപോലുള്ള സ്ഥലത്താണ് കേട്ടോ ഇവരുടെ ഷോപ്പ് ഇരിക്കുന്നുണ്ടല്ലേ. ഇവരെല്ലാം നമ്മുടെ പയ്യന്മാരാണ്. എലി ചേച്ചിക്ക് 5 മക്കളുണ്ട്. അപ്പോൾ 5 പേരിൽ 4 ആമ്പിള്ളേരും ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ 5 പേരിൽ 2 പേരാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നല്ല സുന്ദരിയായ എലി ചേച്ചി. അതിനകത്ത് എലു എന്നുള്ള പേര് മാത്രമാണ് ഇവരുടേത്. പിന്നെ സിൻക്രം എന്ന് പറയുന്നത് ഇവരുടെ ഒരു കൾച്ചറൽ നെയിമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നായർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു കൾച്ചറൽ നെയിമാണ് എന്നാണ് ഇവർ പറയുന്നത് ഇപ്പം. സോ യുവർ നെയിം ഈസ് ഓൺലി എലു. Ilusina. എലൂസിന. Ilusina. Title Synchrame. എലൂസിന ടൈറ്റിൽ എന്നാണ് അവർ പറയുന്നത്. സിൻക്രൈം. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. എനിക്ക് ഡോക്കിയിൽ നിന്ന് അടുത്ത് ലെഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരനാണ്. യുവർ നെയിം? സിലിയസ് ലെവൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. അപ്പോൾ കണ്ടില്ലേ, അവിടെ നിന്ന് ഡോക്കിയിൽ നിന്നൊരു 7 കിലോമീറ്റർ ഉണ്ട് ഞാൻ പോകുന്ന ഷോങ് പിഡോങ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഷോങ് പിഡേങ്. അതാണ് ഷോങ് പിഡേങ്. അവിടേക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ. പിന്നെ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളമുണ്ട്. പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉള്ളതാണ്. അവിടെ ഒരു വില്ലേജ് പോലത്തെ സ്ഥലമാണ്. വില്ലേജ് പോലത്തെ അല്ല, ഇതുപോലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയും റോഡ് പണി നടക്കുന്നുണ്ട്. റോഡ് പണി നടക്കുന്ന സ്ഥലത്തല്ലാതെ ബാക്കി എല്ലായിടത്തും റോഡുകൾ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഡോക്കിയിലേക്ക് എത്തുന്ന ആ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമേ മോശമായിട്ടുള്ള റോഡുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം നല്ലതാണ്. ബൈക്കൊക്കെ ഓടിച്ച് വരാനുണ്ടെങ്കിൽ തന്നെ അടിപൊളി റോഡാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ചൂടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു സമ്മർ സീസണിൽ കിട്ടുന്ന അത്യാവശ്യം നല്ല ഹീറ്റ് ഇവിടെ ഉണ്ട്. നല്ല വെയിലും ചൂടും ഒക്കെ തന്നെയാണ്. ഓക്കെ, ഈ റൂട്ടിൽ കൂടെ ഒരു 6-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് maybe I will stay here or going to Krangsuri waterfalls. Yeah. ഡോക്കിൽ നിന്ന് നേരെ പോകുന്നത് ഷ്നോപ്ഡോങ് എന്ന് പറയുന്ന ഒരു നദിയോര പട്ടണത്തിലേക്കാണ്. ദരാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, അവിടെയാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തെ ആ ഒരു റിവർ ബാങ്കിലാണ് നമ്മൾ ഷ്നോപ്ഡോങ് എന്ന് പറയുന്നത്, അതിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഗ്രാമം. Once more please. ചേട്ടാ അണ്ണ അവരെ അറിയാം, അവര് കേരളത്തിലെ അറിയാന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ, നൈസ് ടു മീറ്റ് യു. ബൈ. കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടോ എനിക്ക് കളിക്കാൻ. കുറച്ചല്ല, 1-2 പേര്. എൻ്റെ പയ്യന്മാരൊക്കെ ബോള് കളിക്കാനായിട്ട് ആരും ഇല്ലാതെ നിൽക്കുകയായിരുന്നു കേട്ടോ. താങ്ക് യു, ഐ എം ഗോയിങ്. ബൈ. ഇങ്ങനെ ഷോങ് പിഡോങ് വില്ലേജിലേക്ക് കയറാനുള്ള എൻട്രി ഫീസ് 50 രൂപ കേട്ടോ. 50 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ പയ്യൻ്റെ കൂടെയാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, പയ്യൻ എന്നെ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷാൽ വി ഗോ? താങ്ക് യു, ബൈ. ഹോബ്ലേ. കണ്ടില്ലേ, ഞാനും ഈ പയ്യൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. യുവർ നെയിം? കാർവി എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരന് ഷോങ് പിഡോങ് എന്നാണ് പ്രൊണൗൺസിയേഷൻ. ഷോങ് പിഡോങ് വില്ലേജ്. അപ്പോൾ ഇവിടേക്ക് കയറാനുള്ള എൻട്രി ഫീസാണ് 50 രൂപ. അല്ലാതെ ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്, വേറെ പൈസ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ റിവർ സൈഡിൽ ടെൻ്റ് അടിച്ച് കിടക്കാനൊക്കെ ഉള്ള സ്ഥലം കിട്ടും എന്നാണ് പറഞ്ഞത്. ഒത്തിരി ആൾക്കാർ ക്യാമ്പിംഗ് സൈറ്റൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ അവൈലബിൾ ആണ്.
കാർബി എന്ന് പറയുന്ന പയ്യൻ എനിക്ക് നമ്പറൊക്കെ തന്നിട്ട് പോയി. കാരണം ഇവിടെ ഫ്രീ ആയിട്ട് ടെൻഡ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരന് ഇവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പറൊക്കെ തന്നിട്ടാണ് പോയത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൊള്ളാം. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള മനുഷ്യന്മാർ കേട്ടോ. അടിപൊളി. ഇതാണ് കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജ്. അവിടെയാണ് നമുക്ക് നേരെ ഇനി ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പോകണം. ഇവിടെ എവിടെയെങ്കിലും ഷോപ്പിൽ വല്ലതും ബാഗ് കൊടുത്തിട്ട് പോകാം കേട്ടോ. ഗൈസ് ഇങ്ങനെ ബാഗ് ഇതാ തൊട്ടടുത്ത കടയിൽ കൊടുത്തിട്ട് ഇതാ വന്നിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ കാണുന്നതാണ് ഷോങ് പെഡോങ് ഗ്രാമത്തിലെ ഹാങ്ങിങ് ബ്രിഡ്ജ്. കണ്ടോ, ഇരുമ്പ് തൂക്കുപാലം. എന്തോ ചെയ്ത് കഴിഞ്ഞാൽ ഫൈന് കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, 2000 രൂപ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് 15 പേരെ മാത്രമേ ഒരേ സമയം ബ്രിഡ്ജിനകത്ത് നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കൊള്ളാം. ഗൈസ് ഇതാണ് കേട്ടോ ഡോക്കി റിവറിലേക്ക് തന്നെ പോകുന്ന വെള്ളം. അതായത് ഇവിടെ നിന്ന് ഒഴുകി അങ്ങോട്ടാണ് നമുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് പോകുന്നത്. ഡോക്കി റിവർ അങ്ങോട്ടാണ്. ഡോക്കി റിവറൊക്കെ അപ്പുറത്താണ്. ഡോക്കി റിവർ എന്ന് പറയുന്നത് ഉംനംഗോട്ട് റിവർ. കണ്ടോ, ഇവിടെ തന്നെ ഒരുപാട് ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട പയ്യനും ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ടെൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് ടെൻ്റ് അടിക്കാം. ഇവിടെ താഴേക്ക് ഒരുപാട് ക്യാമ്പ്സൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡും ഫുള്ള് ക്യാമ്പിംഗ് സൈറ്റാണ് കേട്ടോ. കേട്ടോ അപ്പോൾ ഇന്നത്തെ കുളിയും നാളത്തെ കുളിയും എന്തായാലും ഇവിടെ നിന്നാവാം. കാരണം നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ കണ്ടില്ലേ, നല്ല വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. കേട്ടോ നദിയുടെ ഒക്കെ കളറുണ്ട്. മൊത്തം കാലങ്ങിയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നദിയിൽ തീരെ വെള്ളമില്ല. കണ്ടോ, വെള്ളം കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ളൊരു നല്ലൊരു വ്യൂ കിട്ടുമായിരുന്നു. ഇവിടെ കൂടെ എന്താ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് അത്യാവശ്യം നല്ല ലോങ്ങാണ് കേട്ടോ. കണ്ടോ, അവിടം മുതൽ അങ്ങറ്റം വരെ ഉണ്ട്. നല്ല ലോങ്ങാണ്. ഇതുവരെ ഞാൻ മേഘാലയയിൽ വന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇതിനേക്കാൾ നീളം കൂടി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 100-300 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ നമ്മളത് തൂക്കുപാലത്തിൻ്റെ അക്കരെത്തി. അപ്പുറത്തും ക്യാമ്പിംഗ് സൈറ്റും ടെൻറ്റ് സ്റ്റേ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ കൂടുതൽ അങ്ങോട്ട് കാഴ്ചകളൊന്നുമില്ല. അതുകൊണ്ട് ഇതുവരെയാണുള്ളത്. ഇതിനങ്ങോട്ടൊരു കാട് പോലത്തൊരു വഴിയാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ചുമ്മാ നടന്ന് എനിക്ക് മടുത്തു. അതുകൊണ്ടാണ്. ലഗേജ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നടക്കാം. ഉണ്ടോ, തിരിച്ച് ഞാൻ വീണ്ടും അക്കരെ പോകാൻ പോവാണ്. സ്പോട്ട് പതുക്കെ കണ്ടുപിടിക്കുക. ആദ്യം കുളിക്കണം, നനയ്ക്കണം. മിക്കവാറും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ആകുമ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. ഇതുപോലൊരു സ്ഥലമാണ് കഴിച്ച് ഞാൻ നോക്കി നടന്നത്. എനിക്ക് തുണിയൊക്കെ നല്ലപോലെ നനയ്ക്കാനുണ്ട്. ഇട്ടിരിക്കുന്ന തുണികളിപ്പോൾ ഞാൻ 4 ജോഡി ഡ്രസ്സുമായിട്ട് വന്നതാണ്. ഓൾറെഡി 3 ജോഡിയും നല്ലപോലെ അഴുക്കായി. 4 ജോഡി എന്ന് പറയുമ്പോൾ പാൻസ് മാത്രം 4 ജോഡി ഉള്ളൂ. ഇത് ഷർട്ടും ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു 7 അങ്ങോട്ടുണ്ട്, 7-8 അങ്ങോട്ടുണ്ട്. ഇങ്ങനെ ഷോങ് പെഡോങ് എന്ന് പറയുന്ന ഒരു റിവർ ബാങ്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. മേളിൽ തൂക്കുപാലം കണ്ടോ. വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഈ ഉരുളൻ കല്ലുകളുടെ ഇടയിൽ കൂടെ അറ്റം വരെ നമുക്ക് പോകണം. ഉണ്ടോ, എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത്. വേണ്ട, നമ്മളവിടെ ഒരു പട്ടിക്കുട്ടം കൂടെ ഉണ്ട്. 4 കാലുള്ള നിനക്ക് ഈസിയാ, എനിക്കാ പാട്. വരണ്ടോ, എന്തോ പറയുന്നുണ്ട്. ഞാനങ്ങനെതാ നദിയുടെ അറ്റത്തെത്തി. ഇവിടെ വാഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പയ്യന്മാരത്ത് വെച്ചുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇറങ്ങി വാഷ് ചെയ്ത് ആദ്യം തുണിയൊക്കെ നനച്ചെടുക്കട്ടെ. വെയിൽ ഉണ്ടെങ്കിൽ ഉണക്കിയെടുക്കാൻ പറ്റുമല്ലോ.
ഗൈസ് കണ്ടില്ലേ, ഞാനിപ്പോൾ തുണിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ യാത്രയിൽ തുണി നനച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് കൗതുകം അതല്ല, ഞാൻ അവിടെ നിന്ന് വെറുതെ ഒന്ന് വിളിച്ച പട്ടിക്കുട്ടനാണ്. അത് എൻ്റെ കൂടെ തുണി നനയ്ക്കാനൊക്കെ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് വെച്ച് മാറിപ്പോയപ്പോൾ എൻ്റെ കൂടെ പുറകെ വരുന്നുണ്ട്. പാവം. നീ വരുന്നോ കേരളത്തിലോട്ട്? വരുന്ന കേരളത്തിലോട്ട്? എന്താ പാവം. അയ്യോ പാവം. പാവം പട്ടിക്കുട്ടാൻ്റെ കൈയൊക്കെ എടുത്ത് തരണം. പാവം. കിടന്നോ. ഏകദേശം അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇന്നലെ കുളിക്കാൻ പറ്റിയില്ല, മെനഞ്ഞാന്നാണ് കേട്ടോ ലാസ്റ്റ് കുളിച്ചത്. കൊള്ളാം, നല്ലപോലെ ഒന്ന് തേച്ചരച്ച് കുളിക്കട്ടെ. ഗൈസ് ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ. പക്ഷെ തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല. ആ തുണിയൊക്കെ ഉണക്കായിട്ടിരിക്കുന്നുള്ളൂ. ഇതാ ഇവിടെ കിടക്കുന്ന ഫുള്ള് എൻ്റെ തുണികളാണ് കേട്ടോ. ഇതാ ഇവിടെ അതുപോലെ തന്നെ ഇതാ ഇവിടെ പയ്യന്മാരൊക്കെ ഏതാണ്ട് മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് മീൻ പിടിച്ചിട്ട് യവന്മാർക്കൊന്നും കിട്ടുന്നൊന്നുമില്ല. യവന്മാർക്കൊന്നും തുപ്പിലിറങ്ങി മീൻ പിടിക്കാൻ അറിഞ്ഞുകൂടെ എന്തോ. എന്താ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് ഇതുവഴി ഒന്ന് കയറുന്നുണ്ട്. ഇതുവഴിയൊക്കെ ഒന്ന് കയറാം. ഗൈസ് കണ്ടോ, മുട്ടോളം വെള്ളത്തിൽ തുഴഞ്ഞു കളിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടോ? എനിക്ക് ഇങ്ങനെ പറഞ്ഞതറിയോ. ഗൈസ് ഇവിടെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ചോറും ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറി ഉണ്ടല്ലേ, ഇത്രയും ഉണ്ട്. 2 3 പീസൊക്കെ ഉണ്ട് കേട്ടോ. 30 രൂപയാണ് റേറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഗൈസ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.